പൃഥ്വിരാജ് സുകുമാരൻ സംവിധായകനായ സൂപ്പർ ഹിറ്റ് ചിത്രം ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ മാർച്ച് 27-ന് റിലീസിനൊരുങ്ങുകയാണ്. വൻ താരനിരയെ അണിനിരത്തിയാണ് പൃഥ്വിരാജ് എമ്പുരാൻ ഒരുക്കിയിരിക്കുന്നത്. HBO നിർമ്മിച്ച സൂപ്പർ ഹിറ്റ് ടെലിവിഷൻ പരമ്പരയായ ഗെയിം ഓഫ് ത്രോൺസിലെ താരങ്ങളിലൊരാളായ ഇംഗ്ലീഷ് നടൻ ജെറോം ഫ്ലിന്നിനെയും എമ്പുരാനിലെ താരനിരയിൽ എത്തിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ്. ബോറിസ് ഒലിവർ എന്ന കഥാപാത്രമായാണ് ജെറോം ഫ്ലിൻ എമ്പുരാനിൽ അവതരിപ്പിക്കുന്നത്. ഗെയിം ഓഫ് ത്രോൺസിൽ ബ്രോൺ എന്ന കഥാപാത്രമായാണ് ജെറോം ഫ്ലിൻ എത്തിയത്. ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഗെയിം ഓഫ് ത്രോൺസിലെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. പൃഥ്വിരാജ് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയും ആശീർവാദ് സിനിമാസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയുമാണ് ജെറോം ഫ്ലിന്നിൻ്റെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. എമ്പുരാൻ്റെ ഭാഗമായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ജെറോം പറയുന്നു. UK-ക്കും US-നും പുറത്ത് മോളിവുഡിൻ്റെ ഭാഗമായത് തന്നെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണെന്നും ജെറോം പറയുന്നു. തൻ്റെ യൗവനകാലത്ത് ഏറെ വർഷക്കാലം ആത്മീയതയുടെ ഭാഗമായി താൻ ഇന്ത്യയിൽ ചെലവഴിച്ചിട്ടുണ്ടെന്നും ഇന്ത്യയിലെ അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തെ ഏറെ മാറ്റിയെന്നും അദ്ദേഹം പറയുന്നു. എമ്പുരാനിൽ പ്രവർത്തിക്കാനായത് വീട്ടിലേക്ക് മടങ്ങുന്നത് പോലെയാണെന്നും ജെറോം പറയുന്നുണ്ട്. തൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാനാകില്ല, എങ്കിലും ഖുറേഷിയുടെ യാത്രയിൽ ബോറിസ് ഒലിവറിന് ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ടെന്നും ജെറോം വ്യക്തമാക്കി. തൻ്റെ കഥാപാത്രവും സിനിമയും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ജെറോം കൂട്ടിച്ചേർത്തു. ജെറോം പാട്രിക് ഫ്ലിന്റ് ഒരു നടനും അതുപോലെ ഒരു ഗായകനും കൂടിയാണ്. ഗെയിം ഓഫ് ത്രോൺസിലെ ബ്രോൺ എന്ന കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെട്ടത്. 1923, സോൾജിയർ, റിപ്പർ സ്ട്രീറ്റ്, ജോൺ വിക്ക് 3, ലവിംഗ് വിൻസെന്റ്, ദ ചേഞ്ച്, എ സമ്മർ സ്റ്റോറി, ബ്ലാക്ക് മിറർ തുടങ്ങിയ ചിത്രങ്ങളിലും സീരീസുകളിലുമായി മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അൺചെയിൻഡ് മെലഡി, ഐ ബിലീവ്, വാട്ട് ബിക്കംസ് ഓഫ് ദ ബ്രോക്കൺ ഹാർട്ട് തുടങ്ങിയത് ഇദ്ദേഹത്തിൻ്റെ സൃഷ്ടികളാണ്. 1986-ൽ ലണ്ടൻസ് ബേണിങ്ങിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകളിലും സീരീസുകളിലും ശ്രദ്ധേയമായ വേഷം അദ്ദേഹം ചെയ്യുകയുണ്ടായി. അങ്ങനെ അതിനെല്ലാം ഒടുവിൽ അവസാനം എമ്പുരാനിൽ വന്നെത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ഓരോ പോസ്റ്ററും ആരാധകർക്കുള്ള വിരുന്ന് തന്നെയാണ്. എന്നാൽ ഇനിയും മറഞ്ഞിരിക്കുന്ന ഒരാളുകൂടിയുണ്ട്. നേരത്തെ പുറത്തിറങ്ങിയിട്ടുള്ള പോസ്റ്ററിൽ തിരിഞ്ഞു നിൽക്കുന്നത് ആരാണെന്ന് അറിയാനാണ് ആരാധകരും സിനിമാ പ്രേമികളും കാത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ ഇതുപോലൊരു ഹൈപ്പ് വേറെ മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടോ എന്നതും സംശയമാണ്. പൃഥ്വിരാജ് എന്ന സംവിധായകൻ മുരളി ഗോപിയുടെ എഴുത്തിനെ എങ്ങനെയായിരിക്കും സ്ക്രീനിൽ എത്തിക്കുക എന്നതാണ് മറ്റൊന്ന്. എന്നാൽ ഇതിനോടകം പുറത്തു വന്ന ക്യാരക്ടർ പോസ്റ്ററിൽ നിന്നും വ്യക്തമാകുന്ന മറ്റൊന്ന്, ചിത്രത്തിൽ ലൂസിഫറിൽ എന്ന പോലെ ശക്തമായ പൊളിറ്റിക്സും പറയുന്നുണ്ടാവും. എന്നാൽ പേടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചിത്രത്തിൽ ഫ്ലാഷ് ബാക്ക് സീനുകളും വരുന്നുണ്ട്. എല്ലാം കൂടെ അവിയൽപരുവം ആകരുതേ എന്നതാണ് പ്രാർത്ഥന. ഓരോ ദിവസം കഴിയുന്തോറും ചിത്രത്തിൻ്റെ ഹൈപ്പ് കൂടി വരികയാണ്. എന്തുതന്നെയാണെങ്കിലും മാർച്ച് 27 വരെ കാത്തിരുന്നേ മതിയാവും.